ഇത്രയും വെറ്റിലക്കൊടികൾ ഇവിടെയുണ്ട്. പക്ഷേ വെറ്റില ചവയ്ക്കുന്ന ഒരാളെപ്പോലും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇത്തിരി ചുണ്ണാമ്പ് പോലും ഇവിടുന്ന് കിട്ടില്ല. അപ്പോൾ തൽക്കാലം എനിക്കൊരു അടക്ക കഷ്ണം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വെറ്റില എടുത്ത് ഒന്ന് ചവച്ചു നോക്കുകയാണ്. അപ്പോൾ ഉസ്താദേ, പിന്നെ ആരാണ് ഇത്രയും വെറ്റില ഇവിടെ ചവച്ചു തീർക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വെറ്റില കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കയറ്റി പോകുന്നത് കർണാടക, മഹാരാഷ്ട്ര ഭാഗങ്ങളിലേക്കാണ്. പിന്നെ പാകിസ്ഥാനിലേക്ക് ഒരുപാട് കയറ്റി പോകുന്നുണ്ട്. അത് നേരിട്ടല്ല, ദുബായ് മാർഗം ആണ് കയറ്റി പോകുന്നത്. വെറ്റിലത്തോട്ടം പല രീതിയിലുണ്ട്. ഇവിടെയുള്ളത് കവുങ്ങുമലാണ്. ഈ വെറ്റിലക്കൊടിക്ക് ഇപ്പോൾ എത്ര കാലത്തിന്റെ വളർച്ച ഉണ്ടാവും? ഈ കൊടിക്ക് ചുരുങ്ങിയത് എന്നേക്കാൾ പ്രായമുണ്ടാകും. അപ്പോൾ ഇത് ഇത്ര നീളം തന്നെ വെക്കുള്ളൂ? ഇത് നീളം കൂടുന്നതിനനുസരിച്ച് ഭൂമിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നത്. മേലക്കെത്തിയാൽ പിന്നെ ഇതിന്റെ കവുങ്ങിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് കൊല്ലത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കലാണ്. ഏത് വർഷം കഴിയുന്ന ടൈമിൽ ഇറക്കി വെക്കുന്നാവൂല. ഈ വെറ്റില പറിക്കുന്ന സമയം എങ്ങനെ? ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അപ്പോ ഇത് വെറ്റില പറിക്കലല്ല, നുള്ളലാണ്. അത് മാസത്തില് ഒരിക്കൽ ഒക്കെ നുള്ളിയെടുക്കാം. മാസം ഒരു തവണ അല്ലേ? ഒരു തവണ. നമ്മൾ നേരത്തെ കണ്ട അതിനേക്കാൾ ഒരു വ്യത്യസ്തമായതാണല്ലോ അല്ലേ? ഇതെന്താ? ഇത് കൂട്ടക്കൊടിയാണ്. കൂട്ടക്കൊടി ഇങ്ങനെ വെച്ചുണ്ടാക്കുന്ന എന്താ പ്രത്യേകത? ഇതിന്റെ ഇത് പ്രത്യേകത, ഇത് കൂടുതൽ കാലം നിൽക്കൂല. അതിനെ നമുക്ക് അപ്പൊ ഇതെങ്ങനെ പറിക്കുക? എങ്ങനെ കൊക്ക് കെട്ടിട്ടാണോ ഇത് പറിക്കല്? അല്ല, ഇത് കൈകൊണ്ട് നുള്ളിയിട്ടാണല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ മേലൊക്കെ എങ്ങനെ കേറുക? കോണിമ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. ഓ, ഇത് അതിനുള്ളായിരിക്കും. സ്റ്റെപ്പ് ഇതാ. ആ, അതെ. അതിന്മേ ചേർത്തിട്ടാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ നേരത്തെ കണ്ട കവുങ്ങ് ഇറക്കുന്ന പോലെ ഇതെങ്ങനെയാ ഇപ്പൊ ഇറക്കുക? ഇത് 2-3 കൊല്ലം നിൽക്കുള്ളൂ, പിന്നെ പൊളിച്ചു കളയണം. അങ്ങനെ പൊളിച്ചു മറ്റേത് മാതിരിയല്ല. ഈ ഒരു തോട്ടം കൊണ്ട് നമുക്ക് ഒരു കൊല്ലത്തിൽ എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഒരു കൊല്ലത്തിൽ 50,000 രൂപ ഒക്കെ നല്ല കൊടിയാണ് വെച്ചെങ്കിൽ 50,000 രൂപ വരെയൊക്കെ ഒരു കൊല്ലത്തിൽ ഉണ്ടാക്കാം അല്ലേ? പിന്നെ ഇത് മണ്ണിന് ഒരു പ്രത്യേകത അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ പിന്നെ മണ്ണിന് പ്രത്യേകത, മലപ്പുറം ജില്ലയിലാണ് ഇത് കൂടുതലും പൊതുവെ ഉണ്ടാക്കിയത്. മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കും. നേരത്തെ ഇത് മുള കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇരുമ്പിന്റെ സാധനങ്ങൾ ഇറങ്ങലോട്. ഇരുമ്പിന്റെ അത് കൂടുതൽ നിൽക്കുകയില്ല. ഒരു കൊടിക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ. ഇത് ഒരുപാട് കൊടിക്ക് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ കുറെ കാലം നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? അപ്പൊ ഇതെങ്ങനെ നടുന്ന രീതി എങ്ങനെ? നടുന്ന രീതി ഇത്ര പോകുന്ന കഷ്ണം, ഈ ഇത്ര പോകുന്ന കഷ്ണം എടുത്തിട്ട് പിന്നെ ഇത്രപോലെ മണ്ണിലാക്കിയിട്ട് ഇങ്ങനെ കീറി വെക്കും. ഇങ്ങനെ മണ്ണ് ചാലുമാരി കീറിയിട്ട് ഇങ്ങനെ വെക്കും. വർഷത്തിന്റെ ആദ്യം മുതൽ. വർഷത്തിന്റെ ആദ്യത്തിലെ ജൂൺ മാസത്തിൽ തന്നെ. ഇത് വെറ്റില നിങ്ങൾ എങ്ങനെ തൂക്കത്തിലാണോ അല്ലെങ്കിൽ എണ്ണത്തിന്റെ കണക്ക് എങ്ങനെ ഇത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്? എങ്ങനെ? ഇത് 50 ഒന്നായിട്ട് ഇങ്ങനെ ചായച്ചിട്ട് എണ്ണത്തിന്റെ എണ്ണത്തിനല്ല, കെട്ടിന്റെ കണക്കാണ്. കെട്ടിന്റെ 100 ഒരു കെട്ട്. 100 ഒരു കെട്ട്, അത് 2 അടക്ക്. ഓക്കെ. അപ്പൊ ഒരു കെട്ട് എങ്ങനെ? ഇതിന്റെ വില എങ്ങനെ? ഒരു കെട്ടിന് വിലക്കനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ചാണ്, സീസണിനനുസരിച്ച് വില മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ എങ്ങനെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇതിന്റെ വളം കാര്യമൊക്കെ അത് നമ്മള് വള്ളി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ആ മണ്ണില് പിന്നെ വളപ്പൊടി ചേർക്കുക. വളപ്പൊടി ചേർത്ത് മരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി തന്നെ. ഇതിന്റെ വളം എങ്ങനെയാണ്? ചാണകപ്പൊടി. രാസവളം ഒന്നല്ല. പിന്നെ 20-20 പാറ്റംബോസ്, പിന്നെ കുറച്ച് വലുപ്പായാലൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം ചാണകപ്പൊടി. വലുതായി കഴിഞ്ഞാൽ ആട്ടുംകാട്ടത്തിന്റെ പൊടി ഒക്കെ തന്നെ ചേർക്കുക. വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്താ 20 പാറ്റംബോസ് ഒക്കെ ഉപയോഗിക്കാം.
ഇത് ഏകദേശം പൊളിച്ചു മാറ്റാനായിരിക്കും. ഇതിന്റെ മൂപ്പ് ആയതുകൊണ്ടാ? മൂപ്പ് കഴിഞ്ഞ് മൂപ്പ് കഴിച്ച് ഇത് വെള്ളി വെറ്റി വേറെ പുതിയത് നടേണ്ടിയിരിക്കും. മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി ചെയ്യുന്ന ഏത് ഭാഗത്താണ്? ഈ ഭാഗത്തുണ്ട് ചെമ്പ്ര, പിന്നെ പഴയ ഭാഗത്തുണ്ട്. ചെമ്പ്ര ഭാഗത്തില്ല, ഇല്ലാത്തതെല്ലാം വേറെയുണ്ട്, ഉണ്ട്. കൊടിയില്ല ഇല്ലാത്ത കാരണം വെള്ളം ഇല്ലോട്ട് ഈ സാധനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ത്യ തന്നെ കൂടുതൽ വെറ്റില കൃഷി കേരളത്തിൽ ആണോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുണ്ടോ? വെറ്റില കേരളത്തിൽ ഇവിടെ തന്നെ. പിന്നെ ഇവിടെ ഉണ്ട് ഈ ആന്ധ്രയിൽ ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്നും കയറ്റുമതി ഇല്ല, അവിടെ ഉള്ള സാധനത്തിനുള്ളൂ. ഇതിനെന്താ പറയാ, അത് കൂട്ടക്കൊടി? അത് ഇത് ചാരുകൊടി എന്ന് പറയും. ചാരുകൊടി ആയിട്ടാണ്. പിന്നെ ഇതിന്റെ നനവും കാര്യങ്ങളൊക്കെ എങ്ങനെ? നനക്കല് ഞങ്ങൾ ഇപ്പൊ ഒന്നരാടിട്ട് നനക്കണം, എന്നാലേ ഇപ്പൊ ഈ വെറ്റിലങ്ങനെ കാണുള്ളൂ. ഇത് അതുവരെ 2 ദിവസം കൂടിയതാണ് അപ്പുറം നിക്കണത്. അത് പിന്നെ കുറച്ച് വാടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കുറച്ച് എല്ലാ ദിവസവും ഒന്നരാടിട്ട് നനക്കണം. ഇത് നിങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന തൊഴിലാണ്? പരമ്പരാഗതമായിട്ട് ഇത് തറവാട്ടില് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അങ്ങോട്ട് താമസാക്കിയിട്ട് അതിന്റെ ശേഷം ഒരു 15 വർഷമായി. ഇപ്പൊ ഞാൻ 15 കൊല്ലമായിട്ട് ഇത്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഏകദേശം ഒരു 50 സെന്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ നോക്കിയിട്ട് നുള്ളിയിട്ട് സുഖമായിട്ട് ജീവിച്ച് പോരൊക്കെ ചെയ്യാം. നന്നായിട്ട് ശ്രദ്ധിക്കണം. നോക്കി വളമൊക്കെ ശരിക്കും നല്ല ഇടണം. ഇപ്പൊ എങ്ങനെ ഇതിന്റെ വില വ്യത്യാസം കുറെ എന്താണ്? ഇപ്പൊ കുറച്ച് കൂടുതലുള്ള സമയമാണ്. ഇപ്പൊ ഒരു 1.5 മാസം കൂടി 1 മാസം കൂടി ഒക്കെ കഴിഞ്ഞാല് കുറച്ച് കീപ്പോട്ട് പോവും. ഈ ഒരു ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു കൃഷി? ഇത് എനിക്കൊരു പ്രതിസന്ധി തോന്നണില്ല, ഒന്നും തോന്നണില്ല. പിന്നെ ഞങ്ങൾക്ക് നുള്ളാൻ വരുന്നവര് വളരെ നല്ല നല്ല രീതിയിൽ കൂടി വന്നു കണ്ട് അവർ അതിൻ്റെ സമയത്ത് വന്നിട്ട് ഒക്കെ വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്തു തരും. അപ്പൊ പിന്നെ ഒക്കെ വലിയ സന്തോഷത്തിലാണ് ഇപ്പൊ ഇത് ഒക്കെ കൃത്യമായിട്ട് പോണത്. നുള്ളാൻ വേറെ ആളുകൾ വേറെ ആളുകൾ വന്നിട്ടാണ് നുള്ളുന്നത്. അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനിത് നനക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വളടാനും വേറെ ആൾക്കാർ, വേറെ പണിക്കാർ. അപ്പൊ നമുക്ക് ഒത്തുപോകുന്നുണ്ട് അവരെ കൂലിയും കാര്യങ്ങളൊക്കെ ഒത്തുപോകും. ഈ ഒരു ഇതില് നിങ്ങൾ സന്തുഷ്ടമാണ്? എനിക്കിത് കാണുന്നത് തന്നെ വലിയ ഒരു സന്തോഷമാണ്. ഇതിപ്പോ ഇത്രയും സ്ഥലത്തൊരു പച്ചലിങ്ങനെ കാണുക എന്നുള്ളത് മനസ്സിന് വളരെ സന്തോഷമാണ്. കാരണം ഒരു പറമ്പിൽ തന്നെ ഒരു ഐശ്വര്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ നേരെ മറിച്ച് അതിന്റെ താഴത്ത് കണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം തെങ്ങ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഇങ്ങനെ ആവുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരു കണ്ണ്. നിങ്ങളെ മക്കള് അങ്ങനെ ആരെങ്കിലും ഇതിന് സഹായിക്കലുണ്ടോ? മക്കൾ ആരില്ല ഇവിടെ. മക്കൾ 3 ആളുള്ളത് 3 ആളും ഗൾഫിൽ പുറത്തായിരിക്കും. അപ്പൊ അവര് ഇനിയിപ്പോ ഒരു 2-3 മാസത്തിന് അല്ലെങ്കിൽ 4 മാസത്തിനൊക്കെ വന്നാല് അത്ര ഛർദിക്കാനുണ്ടാവും. അതിനെ പറ്റി ഇത് നടുന്ന രീതി എങ്ങനെ ഇതിന്റെ പറ്റിന? ഇത് ഇപ്പൊ അടുത്തായിട്ട് നടുന്നതല്ല. ഇത് കുറെ ഇങ്ങനെ കയറി പോയിട്ട് കുറെ മേലാണ്ട് എത്തുമ്പോൾ നുള്ളാൻ വയ്യാതെ കേണീന്റെ അപ്പുറം ആണ്ട് എത്തുമ്പോൾ അത് ഇറക്കിയിട്ട് ടീപ്പോട്ട് ഇറക്കിയിട്ട് ഇവിടെ വെള്ളി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അങ്ങനെ നോക്കും. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറെ ആദ്യം ചാണം കലക്കിയിട്ട് വരും. ചാണകം വരും. എന്നിട്ട് പിന്നെ കുറേയും കൂടി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കാട്ടും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇതിൽ വളം ചെയ്യുന്നത്. അതൊരു 2 നുള്ളുമ്പോൾ ഒരു പ്രാവശ്യം വളം ചെയ്ത് കൊടുക്കണം. എന്നാലേ വെറ്റില ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് പാറ്റൻ പോസ് അതിനെ നുള്ളിയിട്ട് എടുക്കാൻ ഇവിടെ ഒരു കമ്പനി ആയിട്ട് തന്നെ ഒരു 10-20 ആളും ഒരു കമ്പനി ആയിട്ട് തന്നെ ഉണ്ട്. സൊസൈറ്റി ഇതുണ്ട്. അത് നുള്ളിയിട്ട് അവര് തിരൂര് കൊണ്ടുപോയി കൊടുക്കാണ്. അവരെന്നെ നുള്ളി കൊണ്ടുപോകും. നുള്ളിയിട്ട് അവരെന്നെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെ അതിന്റെ എണ്ണത്തിനാണ്? അല്ല, അതിന് എണ്ണത്തിന് കെട്ടിന്റെ കണക്കിനാണ്. 100 വെറ്റില ഒരു കെട്ടാണ്. ഒരു കെട്ട്. അപ്പൊ ആ ഒരു കെട്ടിന് കണക്കാക്കിയിട്ട് അവര് പിന്നെ എത്ര കെട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണക്കാക്കിയിട്ട് അവര് നുള്ളിയ കൂലിയും തിരൂരിൽ കൊണ്ടുപോകുന്ന കൂലിയും കഴിച്ചിട്ട് ബാക്കി നമുക്ക് തരും. അത് കൊണ്ടുവന്ന് ഇവിടെ അടുത്തുള്ള ആളുകളാണ്? അവിടെ അടുത്തുള്ള ആള് തന്നെ. ബംഗാളികള് ഇതിനെ പറ്റൂല. അവർക്ക് പൊതുവെ നമ്മളെല്ലാ മേഖലയിലും ഇപ്പൊ ഇവിടെ ബംഗാളികളുണ്ട്. പക്ഷെ അതല്ല, വെറ്റിലയും ബംഗാളികളും തമ്മിൽ അത് ബന്ധമൊന്നുമില്ല. കാരണം അവർക്ക് ഇത് നുള്ളാനോ അവർക്ക് ഇതിനെ വളം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഇതിന്
പൊടി മേലിൽ പോയത് ഇറക്കി വെക്കാനോ ഒന്നും ചെയ്യാൻ അവർക്ക് അതിനെക്കുറിച്ച് പറ്റില്ല. അതിനെ അറിയില്ല. പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ മരടൊന്ന് കൊത്താൻ പോലും അവരെ വിളിച്ചാൽ ചിലപ്പോൾ വള്ളി കുത്തിയിറക്കും. അല്ല, ഭാവിയിൽ ഇനിയിപ്പോ അവര് ഇതിലേക്ക് വരുന്നെന്ന് തോന്നുന്നുണ്ടോ? അത് സംശയമായിട്ടാണ് എനിക്ക് അല്ല, തോന്നുന്നത്. പൊതുവെ ഇപ്പൊ എല്ലാ എല്ലാ മേഖലയിലും അവരുണ്ട്, പക്ഷേ ഈ വക മേഖലയിലേക്ക് അവര് എത്തിപ്പെടുമോ എന്നുള്ള കാര്യം സംശയമാണ്. സംശയമാണ്. ഇത്രയും വെറ്റിലുണ്ടാക്കുന്നത് നിങ്ങൾ എന്താ വെറ്റില ചമക്കാത്തത് എന്താ? അത് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചിട്ടില്ല. ശീലിച്ചില്ലേ? ശീലിച്ചിട്ടില്ല. ഞാൻ പുകവലിനോടും പിന്നെ വെറ്റില തിന്നലിനോടൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. ഇതന്നെ. അത്രേ ഉള്ളൂ. വെറ്റില- എന്റെ ഉപ്പ നല്ല വെറ്റില മുറുക്കലുകാരനും വീട് ഒക്കെ നല്ല വലിക്കലുകാരനായിരുന്നു. പക്ഷേ അല്ല, വെറ്റില ഇതിന് മുറുക്കുന്നത് മാത്രല്ല, ഈ ആര്യവൈദ്യശാലയിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അവരെ മരുന്നിനെന്തോ തൈലത്തിനോ? അതായത് ഇതിപ്പോ എവിടെങ്കിലും വലിയ കൂട്ടക്കൊടിയായിട്ട് എവിടെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവര് ആള് വന്നിട്ട് അവരെടുത്ത് കൊണ്ടുപോകും. എന്തെങ്കിലും ഒരു തുച്ഛം പൈസ എന്തെങ്കിലും തന്നങ്ങ് തരും. അത്രേ ഉള്ളൂ. അവരിപ്പോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാം? ആര്യവൈദ്യശാലയിൽ അവര് എന്താ മരുന്നിനായിട്ടാണ് ഉപയോഗിക്കണം. അല്ലാതെ വേറെ ഒന്നിനല്ല. മരുന്നിനുള്ള ഉപയോഗത്തിൽ തന്നെ അത് ചേർന്ന് പോകുന്നത്. അവര് നിങ്ങളെ അന്വേഷിച്ച് വരില്ല, അങ്ങനെ എന്തില്ല ഇവിടെ? അപ്പൊ നിങ്ങളെ അതെ, അങ്ങനെ വന്നിട്ട് അന്വേഷിച്ചിട്ട് നമുക്ക് കൊടുക്കാനുണ്ടാവില്ല. കാരണം ഇത് എപ്പോഴെങ്കിലും എന്തെങ്കിലും വീണ് എന്തെങ്കിലും നാശമാകുമ്പോൾ അവർക്ക് കുറച്ചൊന്നും കിട്ടിയാൽ മതിയാവില്ല. അവർക്ക് തോനെ കിട്ടണം. കിണ്ടൽ കണക്കിനൊക്കെ കിട്ടിയതിനനുസരിച്ചൊക്കെ കിട്ടിയാൽ അവർ വന്നിട്ട് എടുത്തു അവർ തന്നെ കൊടുക്കും. അപ്പോൾ മൊയ്തീൻകുട്ടിയേക്കാ, നിങ്ങൾ ഈ വെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ദൈവം സഹായിക്കും. ഓക്കെ, നിങ്ങൾക്ക്